Hello, I hope you all are doing good, great and happy. Welcome back to my YouTube channel. ഇപ്പം ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ അത്യാവശ്യം നല്ല മൂഡുള്ളൊരു ഡേ ആയിരുന്നു. ലൈക്ക് പ്രൊഡക്റ്റീവ് ഒക്കെ ആക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് വീഡിയോ. അപ്പം രാവിലെ ഞങ്ങൾ വിചാരിച്ച് എന്തായാലും ഒരു നടന്നൊന്ന് വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ നടക്കാൻ പോയപ്പം ഇങ്ങനെ വഴിയിൽ കണ്ടു കിട്ടിയതാട്ടോ ഈ ചെമ്പരത്തിയില. അപ്പം ഞാൻ വിചാരിച്ച് കുറേ കായലോ തലയിൽ ചെമ്പരത്തിയൊക്കെ തേച്ച് കുളിച്ചിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഒരു താളി തേച്ചിട്ട് കുളിയാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അത് പറിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോവുകയാണ്. വീട്ടിൽ പോകുന്ന സമയത്ത് എൻ്റെ വീട് തൊട്ടടുത്ത് ഒരു പച്ചക്കറി മാർക്കറ്റൊക്കെ ഉണ്ട്. അവിടെ ഇങ്ങനെ ആൾക്കാർ നടക്കുന്നതും ഒക്കെ കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് നോക്കി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് എത്തിയിട്ടോ. അപ്പം ഇവിടെയാണ് മെയിൻ സംഭവം. മെയിനായിട്ട് ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡീപ്പ് ക്ലീനിങ് വീഡിയോ ആണ്. എൻ്റെ റൂം അത്രയും അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ബെഡ് കാണുമ്പോഴും ടേബിൾ കാണുമ്പോഴും സൈഡ് കാണുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഫസ്റ്റ് തന്നെ ഒക്കെ ഒന്ന് ടാലി ആക്കണമെങ്കിൽ ഞാൻ വെറുതെ തോന്നിയ പോലെ ചെയ്യരുതല്ലോ. അപ്പോൾ എന്താ ചെയ്യുക, ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കും. ന്യൂ ഇയർ ആയതിനു ശേഷം ഞാൻ അത്യാവശ്യം പ്രോപ്പറായിട്ട് കൊണ്ടുവന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ഇതാട്ടോ. വേറെ ഒന്നും കൊണ്ടുപോകാൻ നോക്കലുണ്ട്, കൊണ്ടുപോകുന്നില്ല എന്നല്ല, അങ്ങോട്ട് നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും ഇനി അങ്ങോട്ടേക്ക് ഒക്കെ തുടങ്ങണം. ഞാനിപ്പോൾ ഈ കാര്യമായിട്ട് എന്താ വരയ്ക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ ടു ഡു ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടോ. പിന്നെ ഞാൻ ഇന്നത്തെ ടു ഡു ലിസ്റ്റ് ചെയ്തതാണ്. ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ ഡീപ്പ് ക്ലീനിങ് ചെയ്യാണ്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കി ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെക്കാം കേട്ടോ. എഴുതി വെച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ വേറെ ആയിരിക്കും, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വേറെ ആയിരിക്കും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതിനോട് ഇങ്ങനെ എഴുതി വെക്കുന്നത് ഇന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യലുണ്ട്. ഇന്നത്തെ കാര്യപരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് എൻ്റെ കുറച്ച് ഡ്രസ്സ് ഒഴിവാക്കാറുണ്ട്. അലമാരയിൽ നിന്നായാലും ഞാൻ വീട്ടിലിരുന്ന കുറച്ച് ഡ്രസ്സായാലും ഒക്കെ ഒഴിവാക്കാറുണ്ട്. അപ്പം ഞാൻ ഏതൊക്കെയാണെന്ന് ഒഴിവാക്കേണ്ടത് എന്ന് ആലോചിച്ച് നിൽക്കാനൊക്കെ ആയിരുന്നു. പക്ഷേ വാർഡ്രോബ് നന്നാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൻ ടാസ്ക്കാണ്. അതിനോണ്ട് ഇന്ന് ഞാൻ ആ പരിപാടിക്ക് നിന്നില്ല കേട്ടോ. പിന്നെ ഞാൻ നേരെ പോയി ബ്രഷ് ചെയ്ത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്മാവും പപ്പടേനു. അതിൻ്റെ കൂടെ മത്തിക്കറി ഉണ്ടായിരുന്നു, പക്ഷെ അതെടുത്തില്ല. പിന്നെ കുറച്ച് നേരം ഞാനിരുന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ക്ലീനിങ് പരിപാടി തുടങ്ങുകയാണ്. അപ്പം ഞാനിവിടെയാണ് ഇരുന്ന് എഴുതലും, ഇങ്ങനെ ബെഡിൻ്റെ സൈഡിലാണ് ഇരുന്ന് എഴുതലും. അവിടെ തന്നെ ഞാൻ വെക്കും. പിന്നെ ഇന്നലെ നോട്ടൊക്കെ എഴുതിയിട്ട് ഞാൻ അത്യാവശ്യം കുറേ സാധനങ്ങൾ അതിൻ്റെ മുകളിൽ തന്നെ ആട്ടോ വെച്ച്. അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അതിൻ്റെ മുകളിൽ വെക്കുന്നതും കൊണ്ട് തന്നെ കുറച്ച് നല്ല രീതിയിൽ പൊടിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ താഴെ തട്ടിട്ട് ഞാനുമല്ല ജനൽ തുറക്കുക കേട്ടോ. ജനൽ തുറക്കുമ്പോൾ തന്നെ ജനലിൻ്റെ സൈഡിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതാണല്ലോ ഇന്നത്തെ പരിപാടി. പിന്നെ ഞാൻ എൻ്റെ ക്ലിപ്സൊക്കെ വെക്കൽ ഈ ഒരു ഭാഗത്താണ്. അതിനോണ്ട് തന്നെ ഇടുക അവിടെ വെക്കുക തന്നെയാണ്. അപ്പോൾ ഒന്നും ഓർഗനൈസ്ഡ് അല്ല. അപ്പം ഞാൻ ജസ്റ്റ് അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഒന്ന് ഓർഗനൈസ് ആക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കാലം മുന്നേ ഫ്രെയിം ചെയ്ത് വെച്ച് ഇന്ത്യ മേരി ഫോട്ടോ കേട്ടോ. ഇത് വെള്ളമായിട്ടുണ്ടെങ്കിലൊന്നും കേടാവില്ല. അപ്പം ജസ്റ്റ് ഇങ്ങനെ തുടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അതിനോട് ഞാൻ ജസ്റ്റ് തുടച്ചിട്ട് അവിടെ തന്നെ വെക്കുകയാണ്. നല്ല രസമില്ലേ ഫോട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ആ ഒരു ഫോട്ടോ. പിന്നെ അതിന് ശേഷം എൻ്റെ അടുത്തുള്ള കുഞ്ഞ് ക്ലോക്കൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് അവിടെ തന്നെ വെക്കുകയാണ്. എനിക്ക് അതാണ് എളുപ്പം. രാവിലെ എണീക്കുമ്പോൾ ടൈമൊക്കെ നോക്കണമെങ്കിൽ ഞാനത് നോക്കിയിട്ട് എണീക്കൽ. എൻ്റെ അടുത്ത് ചെറിയൊരു റെസിൻ്റെ മോൾഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് ഞാനത് അവിടെ വെച്ചിട്ട് എൻ്റെ അടുത്തുള്ള കുഞ്ഞ് ക്ലോക്ക് അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. ഇത്രയ്ക്ക് വൃത്തിയേടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കലി അത് അപ്പുറത്തേക്കായി പോകുന്നതാണ്. ഞാൻ അവിടെ ഇങ്ങനെ വെക്കുന്നതും കൊണ്ട് തന്നെ അത്യാവശ്യം ഈ ക്ലിപ്സിലൊക്കെ ചെറുതായിട്ടുള്ളൊരു പൊടിയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞാൻ അതൊക്കെ വൈപ്പ് ചെയ്ത് വെക്കും എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും അങ്ങനെയല്ല. എനിക്ക് തോന്നണം മന്ത്ലി വൺസോ അങ്ങനെയൊക്കെ 2 മാസം കൂടുമ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഈ ക്ലിപ്സിൽ ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ക്ലിപ്പ് കേട്ടോ. വേറെ ഒന്നുകൂടി ഉണ്ട്, തൽക്കാലം ഞാൻ അതിൻ്റെ തലയിലിട്ടേക്കാം കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ വിൻഡോ ഒക്കെ ഒന്ന് ജസ്റ്റ് തുടച്ച് വെക്കുകയാണ്. ഡെറ്റോൾ യൂസ് ചെയ്ത് തുടയ്ക്കുകയാണ്. കാരണം വിൻഡോ ഇങ്ങനെ തുറന്നിടുന്ന സമയത്ത് പൊടിയൊക്കെ കയറും. പിന്നെ അതാണല്ലോ നമ്മൾ ശ്വസിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച ഡെറ്റോളൊക്കെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് വെക്കാണ്. മന്ത്ലി ശരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫീലിംഗ് ഒക്കെ നമ്മൾ കൊണ്ടുവരും കേട്ടോ. പിന്നെ നിങ്ങളും ഇന്നെപ്പോലെ ഇങ്ങനെ മടിച്ചിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഓരോ സ്റ്റെപ്പ് എടുത്ത് നോക്ക്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ചേഞ്ച് നമ്മൾ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും കേട്ടോ. ആ വിൻഡോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഉണങ്ങിയതിന് ശേഷം ഞാനിങ്ങനെ ജസ്റ്റ് ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. അത്യാവശ്യം ഓർഗനൈസ്ഡ് ആയി കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് മുമ്പുള്ള ലൈഫ് ഓർഗനൈസ് ആക്കാനും അത്യാവശ്യം പ്രൊഡക്റ്റീവ് ആവാനൊക്കെ നമുക്ക് തോന്നും. പിന്നെ കുറച്ച് നേരം ഞാനിങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. അതിന് ശേഷമായിട്ട് പിന്നെ ഞാൻ ബാക്കിയുള്ള വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. പിന്നെ ബെഡ്ഷീറ്റ് കിടക്കുന്ന കോലം കണ്ട് ആരും ഞെട്ടണ്ട. രാവിലെ എണീക്കുമ്പം എന്നുള്ളൊരു
കലാപരിപാടിയാണത്. ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും അപ്പുറത്തായിരിക്കും, ഞാനിപ്പുറത്തായിരിക്കും. പിന്നെ ഞാൻ ജസ്റ്റ് എന്നും ചെയ്യുന്നതല്ലേ, അതിനോട് ഞാൻ ജസ്റ്റ് അങ്ങോട്ടേക്ക് ചെയ്യും കേട്ടോ, മടിയൊന്നും കൂടാണ്ട്. പിന്നെ അത് മാത്രമല്ല 2 ദിവസമായി ഞാൻ ആ ബെഡ്ഷീറ്റ് വെച്ച് കിടക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് എന്തായാലും മാറ്റാം, ജസ്റ്റ് പില്ലോ കവറും ആ ബെഡ്ഷീറ്റ് ഒന്ന് കഴുകി വെക്കാം. അങ്ങനെ കൊണ്ടുപോയി കഴുകാനിട്ട് പിന്നെ അടുത്ത് ഞാൻ ഈ ഡ്രോയർ റെഡിയാക്കി ചെയ്യുന്നു കേട്ടോ. ഡ്രോയർ നന്നാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൻ ടാസ്ക് ചെയ്യുന്നു കേട്ടോ. കാരണം അതിലൊരുപാട് സാധനങ്ങളെല്ലാം കൊണ്ട് ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ കുറച്ചൊന്ന് പെടാപ്പാട് പെടും. അതേപോലെ ഞാൻ പെട്ടിട്ട് ഓർഗനൈസ് ചെയ്ത് പാത്രം വെക്കുമ്പം അത് അപ്പുറത്തെ ഭാഗത്തേക്ക് പോകും. പിന്നെ അത് ശരിയാവില്ല, അങ്ങനെ മാറ്റി കളിക്കുന്നത്. പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ ലാസ്റ്റ് ഫൈനലി ഇങ്ങനെയാക്കി ഞാൻ എങ്ങനെയോ. പിന്നെ അതിൻ്റെ ഫസ്റ്റ് കൊളാബ് സാധനം കൊളാബ് ലിപ്സ്റ്റിക് ചെയ്യുന്നു. അതിനുകൊണ്ട് ഇതെനിക്ക് എപ്പോഴും സ്പെഷ്യലാട്ടോ. ഞാൻ എത്രയൊക്കെ ലിപ്സ്റ്റിക് ഇല്ലെങ്കിലും അത് അവിടെ തന്നെ വെക്കും, ജസ്റ്റ് ആ ഒരു ഓർമ്മക്ക്. അങ്ങനെ പിന്നെ ഞാനിപ്പം മോയ്സ്ചറൈസർ വെക്കുന്നത് കണ്ടില്ല, ഏകദേശം അതേപോലെ തന്നെ ഇനി ഈ ഹോൾ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഫൈനലി വി ഡിഡ് ഇറ്റ്. പിന്നെയാണ് നമ്മളെ മെയിൻ സാധനം ടേബിൾ. എൻ്റെ വിഷൻ ബോർഡ് അതാ ഞാൻ 2025 കംപ്ലീറ്റ് ചെയ്യണം വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു സാധനം കേട്ടോ. പിന്നെ ഞാൻ ഡയറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ ആൽമണ്ട്സ് വെച്ച ആ ഗ്ലാസ് കവർത്തിട്ടുണ്ടേനു, അത് കൊണ്ടേ വെച്ചതിന് ശേഷം കേട്ടോ ബാക്കി ഞാൻ റെഡിയാക്കാൻ നിന്നത്. ഫസ്റ്റ് ഈ ടേബിൾ ഞാൻ അപ്പുറത്തേക്ക് വെക്കാൻ നോക്കിയിട്ടുണ്ടേനു, പിന്നെ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പുറത്തേക്ക് തന്നെ വെച്ച്. പിന്നെ ആ പോസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് കളിക്കുന്നുണ്ട് കേട്ടോ. ഒട്ടിക്കും പിന്നെ വീഴും, പിന്നെ ഒട്ടിക്കും പിന്നെ വീഴും, അങ്ങനത്തെ ഒരു കളിയേനു. പിന്നെ ഞാൻ ഒട്ടിച്ചിട്ട് വേറെ ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഞാൻ വേഗം ഒട്ടിച്ച്. പിന്നെ ഈ ടേബിൾ ഒന്ന് ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് ഐഡിയാസൊക്കെ ഉണ്ടായിരുന്നു. ഏത് ബുക്സ് അവിടെ വെക്കണം, പെന്ന് ഇവിടെ വെക്കണം, അങ്ങനെയൊക്കെ. പിന്നെ പരിമിതികൾ ഉള്ളത് കൊണ്ട് അങ്ങനെ തന്നെ വെക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും കുറേ ചേഞ്ചസ് വരുത്താനൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ഇത് അപ്പുറത്ത് വരും, അപ്പുറത്തുള്ളത് ഇപ്പുറത്ത് വരും, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഫൈനൽ സെം ആയല്ലോ, അതിനോട് തന്നെ ആകെ കുറച്ച് ബുക്സേ ഉള്ളൂ. ബാക്കി അതിൻ്റെ കുഞ്ഞി സാധനങ്ങളൊക്കെ തന്നെ ഉള്ളത്. പിന്നെ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2-3 ജേണൽ ബുക്കായിട്ടെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് കുഞ്ഞു ഡയറിയും ചെറിയ നോട്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ആകെ എഴുതുക 2 ബുക്കിലാട്ടോ. ഒന്ന് ഈ അടുത്ത് വാങ്ങിയിട്ടുള്ള ഈ ഡയറിയും പിന്നെ ബാഗിലുള്ള ഫോളോ യുവർ ഡ്രീം അങ്ങനെ പറഞ്ഞിട്ടുള്ള ബുക്കിലുമാണ് ഞാൻ അധികം കാര്യങ്ങൾ എഴുതൽ. പിന്നെ ഞാൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് 2 ബ്രഷ് പെൻ ഉണ്ട് കേട്ടോ. ലൈക്ക് ഒരു ഡോംസിൻ്റെ ബ്രഷ് പെന്നും വേറൊന്ന് ക്യാംലിൻ അതിൻ്റെ ഒരു ബ്രഷ് പെന്നും. ഒന്ന് എനിക്ക് എൻ്റെ അമ്മ വാങ്ങി തന്നതും വേറൊന്ന് എനിക്ക് എൻ്റെ ബോയ് ഫ്രണ്ട് വാങ്ങി തന്നതുമാണ്. അതിനോണ്ട് എൻ്റെ ഒരു ആഗ്രഹം തന്നെയാണ് കേട്ടോ അങ്ങനത്തെ 2 പെന്ന് വാങ്ങണം എന്നുള്ളത്. എൻ്റെ ഫൈനലി ഡിഡ് ഇറ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്, ഏകദേശം ഇതേപോലെ ആക്കിയിട്ടുണ്ട് ഞാൻ. ഇങ്ങനെയൊക്കെയോ ഇനിയും ഞാൻ മാറ്റുന്നുണ്ട്. പിന്നെ അത് മാറ്റി ഇപ്പുറത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടോ, പെന്നിൻ്റെ ഓർഗനൈസർ ഇപ്പുറത്തേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഭംഗിയുണ്ട്. പിന്നെ എങ്ങനെയാണ് നാച്ചുറൽ ലൈറ്റിലുള്ളത്. പിന്നെ ഒരു ക്ലാരിറ്റി പ്രശ്നം വരണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ലൈറ്റ് ഔട്ട് ഇട്ടിയാട്ടോ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായി പറയണേ. പിന്നെ ഞാൻ 2025 അത്യാവശ്യം നല്ല രീതിയിൽ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് നല്ലോണം വെള്ളം കുടിക്കുക. അതിന് ഞാൻ വാങ്ങിച്ച ബോട്ടിലാട്ടോ അത്. പിന്നെ ഉണ്ടാക്കിയ വിഷൻ ബോർഡിൽ എങ്ങനെയോ ചെറുതായിട്ടൊന്ന് നനവ് വന്ന് പിന്നെ അത് കീറണ്ടെന്ന് വിചാരിച്ചിട്ട് ചെറുതായിട്ട് കിട്ടുന്ന ഈ ഒരു ചൂടെങ്കിലും അതിനെ കൊള്ളിക്കാട്ടോ ഞാൻ ചെയ്തത്. അങ്ങനെ പകുതി മുക്കാൽ പണിയും തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. ടേബിളൊക്കെ ഏകദേശം നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ ആ ചെയറും കൂടി വെക്കാനേ ഉള്ളൂ. നല്ലൊരു ചെയർ വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്, വാങ്ങാൻ പറ്റുമല്ലോ അറിയില്ല കേട്ടോ. അപ്പം ഏകദേശമുള്ള പണികളൊക്കെ തീർന്ന് അപ്പോഴാണ് ഞാൻ കുറേ കാലം കൊണ്ട് ആഗ്രഹിക്കുന്നൊരു സംഭവമുണ്ട്, മിറർ ബോൾ. വേറെ പോലത്തെ ഒരു മിറർ ബോളാണ് ഞാൻ വാങ്ങാൻ വിചാരിച്ചത്. പക്ഷേ ഉള്ള വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ, അങ്ങനെയാണല്ലോ. അല്ലെങ്കിലും കുറേ നേരം അതിനെ കൊണ്ട് ഇങ്ങനെ ഓരോ റേസ് കാട്ടി കളിക്കുകയാണ് കേട്ടോ. പിന്നെ അതിഞ്ഞ് പോക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ നല്ലോണം വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്ത് ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ച്, അതാകുമ്പോൾ നല്ലൊരു വൈബും റൂമിൽ കിട്ടുമല്ലോ അങ്ങനെ തിരിഞ്ഞിരുന്ന് കളിക്കുമ്പോൾ. പിന്നെ എനിക്ക് എന്ത് സാധനം വെച്ചിട്ടുണ്ടെങ്കിലും തൃപ്തി ഉണ്ടാവില്ല. പിന്നെയും മാറ്റി തിരിച്ച് പറിച്ച് ഇങ്ങനെ വെക്കുന്ന ഒരാളാണ് ഞാൻ. എന്താ വയ്ക്കുക അങ്ങനെ, അതേപോലെ തന്നെ ഞാൻ വെക്കുക കേട്ടോ. അതും നേരത്തെ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു മറ്റേ പെന്നിൻ്റെ ഓർഗനൈസേഴ്സൊക്കെ, അത് പിന്നെയും പഴയ പൊസിഷനിലേക്ക് തന്നെ പിന്നെയും വെക്കുക കേട്ടോ. ഇനി ഇതാണ് ലാസ്റ്റ്, ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ ചെയ്യുന്നില്ല. ഇനി ഇതിൽ നിന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിയുള്ള പണികളൊന്നും നിൽക്കില്ല. അങ്ങനെ പിന്നെ വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്ത് ഏകദേശം അത്യാവശ്യം ടേബിളൊക്കെ നല്ലോണം ഫില്ല് ചെയ്ത് വെക്കാം കേട്ടോ ഞാൻ ചെയ്ത്. പിന്നെ ഇനി ടേബിളൊക്കെ വരുന്നത് ഏകദേശം ഇങ്ങനെയാണ്. അധികം എല്ലാ പണിയും തീർന്നേനും കേട്ടോ. പിന്നെ ഉള്ളതാണ് ഈ ബെഡ് വിരിക്കൽ. പഴയ ബെഡ്ഷീറ്റ് കഴുകാട്ടിനു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പുതിയ ബെഡ്ഷീറ്റ് വിരിക്കാണ്. 2-3 ദിവസമായിട്ടുണ്ടല്ലോ. അപ്പം ഇതാണ് ഈ ബെഡ്ഷീറ്റ് വിരിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞ മിറർ ബോളിൻ്റെ റേസ് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയിലേക്കാണ് ബെഡ്ഷീറ്റൊക്കെ. ഇതിനോട് എന്നാ തോന്നി എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളോടൊക്കെ ഒരു പ്രത്യേകതരം ഇഷ്ടം. എന്തായാലും
ഏകദേശം എല്ലാ പണികളും തീർത്ത് ഇനിയുള്ള പണി അടിച്ച് വരലും തുടയ്ക്കലുമാണ്. തുടയ്ക്കുന്നില്ല, ഞാൻ ജസ്റ്റ് അടിച്ച് വരുന്ന മാത്രമേ ഉള്ളൂ. ഇത്രയും ചണ്ടുണ്ടേനു, ഇത്രയും ചണ്ടുള്ളൂ. ആദ്യം വൃത്തിയാക്കുമ്പോൾ ഇതിനെക്കാട്ടുണ്ടേനി തോന്നുന്നു. ഏതായാലും പുരോഗമനം ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് സംഭവങ്ങൾ വരുന്നത്. പിന്നെ ഞാൻ അടിച്ച് വരാൻ തുടങ്ങി കേട്ടോ. അടിച്ച് വരുമ്പം കുറച്ച് സാധനങ്ങളുള്ളത് കൊണ്ട് തന്നെ വലുതായിട്ട് ഇങ്ങനെ അടിച്ച് വരണമൊന്നുമില്ലേനു. ഈസിയായിട്ട് ഇങ്ങനെ അടിച്ച് വരി പോവാം. അപ്പോൾ ഇതാ ഫൈനൽ ഔട്ട്കം വന്നിട്ട് ഇങ്ങനെ കേട്ടോ. റൂമിന് തന്നെ ഒരു ശ്വാസം കിട്ടിയ പോലെയാണ്. ഇപ്പോൾ ബെഡാണെങ്കിലും വിൻഡോ ആണെങ്കിലും എൻ്റെ ടേബിളാണെങ്കിലും ഒക്കത്തിനൊരു ആശ്വാസം കിട്ടി റെസ്റ്റ് ചെയ്യുന്ന പോലെ. ഇതായിരുന്നു എനിക്ക് വേണ്ടത്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.